ഇടപ്പള്ളിയിലാണ് നിങ്ങളുടെ ഓഫീസ്? അതോ കാക്കനാടോ? ഇവിടെ രണ്ടിടത്തായാലും പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ഉണ്ട്. 3.700 സെന്റിൽ 1675 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK ഹൗസ്. ഇവിടെ 2 കാർ പാർക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഡിസൈൻ വർക്കുകളും വീട്ടിൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഉള്ളിലേക്ക് കയറാം. ഇവിടെ 2 പാളിയാണ് വാതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഏരിയയും അതോടൊപ്പം തന്നെ മുകളിലും അത്യാവശ്യം ഡിസൈൻ വർക്കുകളും ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നല്ല ഒരു വാൾപേപ്പറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മൊത്തം 3 ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ലിവിംഗ് ഏരിയയോട് അടുത്തായിട്ട് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നല്ലൊരു സീലിംഗ് വർക്കും കാണാവുന്നതാണ്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വലിയ ഡൈനിങ് ഹാളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വാഷ് ഏരിയ റൈറ്റ് സൈഡിലായിട്ട് തന്നെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടിവുഡ് കൊണ്ട് ഒരു കവർ ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടിവുഡ് കൊണ്ട് ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കബോർഡ് വർക്കുകളും ഡീസന്റ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വർക്ക് ഏരിയ ഉണ്ടോ? ഈ വീടിന് വർക്ക് ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ ലഭിക്കുന്നത്. പോളി കാർബണേറ്റ് ഷീറ്റ് കൊണ്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഗ്രില്ലുകൾ കൊണ്ട് വാതിലുകളും ഉണ്ട്. ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ തടി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. തേക്ക് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലാണ് ബാക്കി വരുന്ന 2 ബെഡ്റൂമുകൾ നമുക്ക് വരുന്നത്. ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ സീലിംഗിൽ നല്ലതായിട്ട് ഡീസന്റ് ആയിട്ടൊരു വർക്ക് കാണാം. പിന്നെ നിങ്ങളോട് പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, സിംഗിൾ ഫേസ് ആണ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സീലിംഗ് വർക്കുകളുണ്ട്. കബോർഡും വർക്കുകളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെറ ഫിറ്റിംഗ്സും ഉള്ള ബാത്റൂം. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ 3ാമത്തെ ബെഡ്റൂമിൽ തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലോട്ടുള്ള എൻട്രിയും വരുന്നത്. ഒരു പ്രൈവറ്റ് ബാൽക്കണി ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് വൈകുന്നേരമൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാം. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളും നല്ല ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. കാണാം നമുക്ക്. ഇവിടെയായിട്ടാണ് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇവിടെയായിട്ടാണ് വരുന്നത്. നമുക്ക് മുകൾ വശം ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെ വാട്ടർ ലീക്കേജ് കാര്യങ്ങളൊന്നും വരും നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. കാരണം നമ്മളിവിടെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പേഷ്യസ് ആണ് സ്ഥലം. ഇവിടെ ഈ ഏരിയ കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മുകളിൽ ടെറസിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ കിട്ടുന്നതാണ്. ഇനി വിലയിലേക്ക് വരാം. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്.
ഈ ഡീലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ന്യൂജൻ ഡീലുകൾക്കായി നമ്മുടെ അർബൻ ഡീൽസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.